നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നക്ഷത്ര വൃക്ഷങ്ങളിൽപ്പെട്ട ഒന്നിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ വൃക്ഷമായ കരിമരം അല്ലെങ്കിൽ എബണി, മുസ്തമ്പി എന്നെല്ലാമാണ് ഇതിനെ വിളിക്കുന്ന മറ്റു പേരുകൾ. എബണേസിയ കുടുംബത്തിൽപ്പെടുന്ന കരിമരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഡയോസ്പൈറസ് മലബാറിക്ക എന്നാണ്. പൂർവ്വേഷ്യയിലും പശ്ചിമ ആഫ്രിക്കയിലും അമേരിക്കയിലുമെല്ലാം പലതരത്തിലുള്ള എബണി മരങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇതിനെ വിവിധ തരങ്ങളിൽ കാണപ്പെടുന്നു. ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഒറീസയിലും കേരളത്തിലുമെല്ലാം ധാരാളമായി കണ്ടുവരുന്ന ഇനത്തിനെയാണ്. ഏകദേശം 30 മീറ്ററോളം ഉയരത്തിൽ വരുന്നൊരു വൃക്ഷമാണിത്. ഇതിൻ്റെ തൊലിക്ക് കടും ചാരനിറമായിരിക്കും. കാതലിന് കറുപ്പ് നിറവുമാണ്. ഇലകൾ കടും പച്ച നിറത്തിൽ കട്ടിയുള്ളതാണ്. ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളുടെ അഗ്രഭാഗം കൂർത്തതാണ്. ഒന്നിടവിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഇലകൾക്ക് ഏകദേശം 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളം വരും. ഇതിൽ ധാരാളം കറുത്ത പുള്ളികളും ഉണ്ടാകും. കരിമരത്തിന് പ്രത്യേകമായൊരു പൂക്കാലമില്ല. ഇതിലെ ആൺപൂക്കൾ കറ്റയായി 3 മുതൽ 15 എണ്ണം വരെ ഒറ്റ പുഷ്പമഞ്ജരിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിന് പച്ച കലർന്ന മഞ്ഞ നിറമാണ്. പെൺപൂക്കൾ വലുതും ഒറ്റയ്ക്കുണ്ടാവുന്നതുമാണ്. കരിമരത്തിൻ്റെ ബാഹ്യദളപുടം 4 അസമപാളികളുള്ളതും ഫലത്തോടൊപ്പം വീർത്ത സഞ്ചി പോലെ വളരുന്നതുമാണ്. ഇതൊരു ദാരുകപ്പിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. വൃത്താകൃതിയിലുണ്ടാക്കുന്ന ഇതിൻ്റെ ഫലത്തിന് പഴുക്കുമ്പോൾ മഞ്ഞ നിറമാണ്. ഏകദേശം 2 സെൻറ്റിമീറ്ററോളം വ്യാസവും വരും. ഇതിൻ്റെ പച്ചഫലവും തൊലിയുമാണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. വളരെ സാവകാശത്തിലാണ് ഈ വൃക്ഷം വളരുന്നത്. ചെറുപ്പത്തിൽ തണലാണ് ഇഷ്ടമെങ്കിലും വലുതാവുന്നതിനനുസരിച്ച് തലപ്പത്ത് നല്ല സൂര്യപ്രകാശം ലഭിക്കണം. നാഫ്തോയിക് ആസിഡ്, യൂർസോളിക് ആസിഡ്, ലൂപ്പിയോൾ എന്നിവയാണ് ഇതിലെ പ്രധാന രാസഘടകങ്ങൾ. ഇതിൻ്റെ വേരിൽ നിന്നും വിത്തിൽ നിന്നുമാണ് പുതുതൈകൾ ഉണ്ടാകുന്നത്. കരിമരത്തിന് വിപണിയിൽ നല്ല വിലയുണ്ട്. നല്ല ഈടും ഉറപ്പുമുള്ള ഇതിൻ്റെ തടി അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുവാൻ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. സ്തംഭന ഗുണമുള്ള ഒരു ഔഷധമാണ് കരിമരം. അതുകൊണ്ട് തന്നെ അതിസാരത്തിലാണ് ഇതിൻ്റെ പ്രധാന ഉപയോഗം. കൂടാതെ രക്തത്തിൻ്റെ അതിപ്രവൃത്തികളിലും കരിമരം ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ജ്വരത്തിലും വിഷത്തിലും ധാരാളമായി ഉപയോഗിക്കുന്ന കരിമരത്തിൻ്റെ ആയുർവേദത്തിലെ ഉപയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ കരിമരം അല്ലെങ്കിൽ എബണി ഇത് ഏറ്റവും ഇതിൻ്റെ ചെറിയൊരു ഉപയോഗം, ഈ തേട് കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇല എടുത്തിട്ട് അരച്ച് വേണമെങ്കിൽ പരട്ടാം. പിന്നെ ഇത് ഈ ത്വക്ക് രോഗങ്ങൾ ഇത് ഇട്ട് മൂപ്പിച്ച എണ്ണ തേച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാന ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം ഉള്ളതാണ്. അപ്പോൾ ശരീരത്തിന് ഈ കഴിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻസ് എല്ലാം പോയി ശരീരത്തിന് നല്ല ബലം കൊടുക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ എസൻസ് പൊടി ലേശം തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗുണമാണ്.